ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പാറുവാണ്. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഡക്ക് റോസ്റ്റ് ആണ്. നാടൻ ഡക്ക് റോസ്റ്റ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് നാടൻ ഡക്ക് റോസ്റ്റ് എന്ന് പറയുമെങ്കിൽ ഇത് നാടൻ ഡക്കല്ല. ഇത് നമുക്കിവിടെ ഫ്രോസൺ ജർമ്മനിയിൽ നിന്ന് വരുന്നതാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നില്ല. അപ്പം അത് വെച്ചാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ താറാവിൻ്റെ കൂട്ട് വേവില്ല. അത് കുറച്ച് വേവുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ വേവിക്കുമ്പം. ഇത് അത്ര വേവൊന്നുമില്ല. കുക്കറിനകത്ത് ഒരു 4 വിസിൽ മതി. ഇവിടുത്തെ ഡക്കല്ല, ഇവിടെ വരുന്ന ഡക്കിന് അത്രയും മതി. അപ്പം നമുക്ക് എങ്ങനെ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യം നമ്മൾ ഡക്ക് ഒരു കുക്കറിലേക്ക് ഇട്ടുക. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ ഡക്കിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഡക്ക് പോലെ ഒരു ഉളുമ്പ് മണമൊന്നുമില്ല. നല്ല ഒരു നോർമൽ നമ്മൾ ചിക്കനൊക്കെ എടുക്കുമ്പോഴത്തെ ആ ഒരു ഇതില്ല, അതേ ഉള്ളൂ. ആ ഒരു ഡക്ക് താറാവിൻ്റെ ആ ഒരു മണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഡക്കാണ് കേട്ടോ. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിന് മുകളിൽ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് പെപ്പർ പൗഡർ ഇടുക, കുറച്ച് കുരുമുളക് പൊടി ഇടുക. കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടു. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 4 വിസില്. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കി. ഇതിന് നമ്മൾ കൂടുതലും ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നത്. ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ചെറിയ ഉള്ളി, പിന്നെ സവാള. ഇപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളിയും 1/2 കപ്പ് ചെറിയ ഉള്ളി, ഒരു 20-25 ചെറിയ ഉള്ളിയും ഒരു 3 സവാളയും കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇവിടെ ഞാൻ ചെറിയ ഉള്ളിയും സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 തക്കാളി, പിന്നെ ഒരു 5 പച്ചമുളക്. ഇത് ഇത്രയാണ്. പിന്നെ ഇത് തേങ്ങാക്കൊത്ത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ അങ്ങ് ചൂടായി വരുമ്പം കടുക് ഇടുക. കടുക് പൊട്ടട്ടെ. ഇതൊക്കെ നമ്മൾ കറിവേപ്പില ഇട്ട് വെക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയെല്ലാം അതിലേക്കാണ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ബ്രൗൺ കളറാവുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇട്ട് കൊടുത്ത് പച്ചമുളക് ഒന്ന് വഴണ്ടി വന്ന് ഉള്ളി ഒരു പകുതി വഴണ്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ഒന്ന് ചോപ്പ് ചെയ്തതാണ്. ഒത്തിരി അങ്ങ് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടില്ല. ജസ്റ്റ് ചോപ്പറി വെച്ചൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 2 ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്നതാണ്, അതിട്ട് കൊടുക്കാം. ഇത് നമ്മൾ 1/2 സ്പൂൺ ചില്ലി പൗഡർ, അത് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു. 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ എടുക്കണം. നമ്മൾ ഡക്കിന് എപ്പോഴും കുരുമുളക് പൊടി ഇച്ചിരി മുന്നിൽ നിൽക്കണം. എന്നിട്ട് 2 ഏലക്ക, 3 കറുവപ്പട്ട, 3 കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പു, പിന്നെ 2 നമ്മുടെ തക്കോലയില്ലേ അത്,
ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. എന്നിട്ട് ഒരു കാര്യം അങ്ങ് മറന്നുപോയി, ഒരു അര സ്പൂൺ പെരിഞ്ചീരകം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് കഴുകി എടുത്തു, കാരണം അവരെപ്പോഴും അഴുക്ക് കാണും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് അരച്ച് കൊണ്ടുവരാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ അരപ്പിട്ട് കൊടുക്കാം. അരപ്പ് നമ്മളിപ്പോൾ ഈ ചൂടാക്കിയ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ഇല്ലേ, പെപ്പർ പൗഡറും അല്ല, പെപ്പർ പൗഡർ കുരുമുളക് ഞാൻ ഇപ്പം തന്നെ പൊടിച്ചെടുത്തതാണ്. പൊടിച്ച് വെച്ചേക്കുന്നത് കൊള്ളത്തില്ല. ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് കിടന്ന് ഒന്ന് നമ്മൾ ഇതിലേക്ക് ഇടാക്കിയിട്ട് കൊടുത്ത് തീയൊന്ന് കൂട്ടി വെച്ചിട്ട് ഇതിൽ കിടന്നൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറച്ചുകൂടെ വേണം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇട്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇടാം. ഇട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് നല്ല ഗരം മസാലയുണ്ട്. നമുക്കിത് പാകമായി നോക്കാം. നോക്കട്ടെ, ഉപ്പ് നോക്കട്ടെ. എല്ലാം പാകത്തിനുണ്ട്. നമ്മൾ ഡക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് കുറച്ചൊരു ഗ്രേവി ആയിട്ടാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. ഇനി ഇതൊന്നും കൂടെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇപ്പം ഇത്ര എല്ലാവർക്കും ഒരു ഇച്ചിരി ഗ്രേവി വേണം ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലെവലിൽ എടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ക്രിസ്മസിനൊക്കെ എല്ലാവരും ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഞങ്ങൾ നാട്ടിലാണെങ്കിലും നമുക്ക് അത് കുട്ടനാട് കുട്ടനാട് അല്ലെ ഇടത്തോ ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇടത്തോന്ന് ഞങ്ങൾ ഡക്ക് വാങ്ങിച്ച് കുക്ക് ചെയ്യാറുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്ത വേറൊരു റെസിപ്പി ചെയ്യാണ്ട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ അതിനകത്ത് ഒഴിച്ച് വെക്കാം. നാട്ടിലെ താറാവാണെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ച് കഴിയുമ്പം ആ നാരങ്ങ ഒരു നാരങ്ങയുടെ നീരങ്ങ് ഒഴിക്കണം. ഒഴിച്ച് കഴിഞ്ഞൊന്ന് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഉളുമ്പ് മണം, നാട്ടിൽ താറാവിൻ്റെ ആ ഒരു ഉളുമ്പ് മണം വരത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ബൈ ബൈ.